ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കൊച്ചു നോമ്പുകാല ചിന്തകൾ ഇന്ന് 18-ാം ദിവസം. ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം, പ്രലോഭനങ്ങളുമായി നാം എന്തിനാണ് പോരാടുന്നത്, അവയെ എങ്ങനെ അതിജീവിക്കാം. വൈ ഡു വി സ്ട്രഗിൾ വിത്ത് ടെംപ്റ്റേഷൻ ആൻഡ് ഹൗ ഡു വി ഓവർകം ഇറ്റ്? പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ബലഹീനതകളും ലോകത്തിന്റെ തിന്മയുടെ സ്വാധീനവുമാണ് പ്രലോഭനങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത്. യേശു പോലും മരുഭൂമിയിൽ പ്രലോഭിപ്പിക്കപ്പെട്ടു. പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയുമാണ് യേശു പ്രലോഭനങ്ങളെ അതിജീവിച്ചത്. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകളും ദൈവവചനവും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും. പ്രലോഭനങ്ങളെ നേരിടാൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുകയും വേണം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ അതിന് കീഴ്പ്പെടാതെ അവയെ അതിജീവിക്കുമ്പോഴാണ് നാം ക്രിസ്തു ശിഷ്യരാകുന്നതും നിത്യജീവന അർഹരാകുന്നതും. ഈ നോമ്പുകാലം പ്രലോഭനങ്ങളെ അതിജീവിച്ച് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഒരു സമയമാകട്ടെ. ഈശോയുടെ സ്നേഹത്തിന്റെ ഉടമ്പടി ഈ ലോകത്തിന്റെ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപാവരം പ്രദാനം ചെയ്യുന്നു എന്ന് ഓർമ്മിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുവചനം ശ്രവിക്കാം. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-20 വാക്യങ്ങൾ.